ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ഇതിൽ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് 47ാമത്തെ പേജിലെ ആക്ടിവിറ്റീസിലെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണ്, പ്രൂവ് ദാറ്റ് സർക്കിൾ ഡ്രോൺ ഓൺ ദി ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ as diameters pass through the midpoint of the third side. ഇവിടെ ഫിഗറിൽ നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ എന്ന് കൊടുത്തു എ സി, മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ്, ഇതിൽ കൂടി പാസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പോയിന്റ് നമുക്ക് ഡി എന്നുള്ള പേര് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫിഗറിൽ ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എ ബിയും എ സിയും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈ എ ബിയും എ സിയുമാണ് ഈ സർക്കിൾസിൻ്റെ ഡയമീറ്റർ. അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടി എ ഡിനെ നമുക്ക് കൂട്ടി വരയ്ക്കാം. അപ്പോൾ നമ്മൾ എയിൽ നിന്നും ഡിയിലേക്ക് ഒരു വര വരച്ചു, എ ഡി എന്നൊരു ലൈൻ നമ്മളിവിടെ വരച്ചു. ഇനി ഇവിടെ എ ബിയും എ സിയും ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ രണ്ട് സർക്കിൾസ് ഇവിടെ കിട്ടുന്ന ഇത് സെമി സർക്കിളാണ്. അതുപോലെ ഈ എ ഡി സി ഇതും സെമി സർക്കിളാണ്. അപ്പോൾ സെമി സർക്കിളിനുള്ളിലെ ആംഗിൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിളുകളും 90 ഡിഗ്രി വീതമായിരിക്കും. ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ആംഗിൾ എ ഡി സി ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. ഇത് റൈറ്റ് ആംഗിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഉള്ളത് നമുക്ക് എ ബി ഈക്വൽ ടു എ സി, അതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഐസോസെൽസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റീസൺ ഗിവൺ എന്ന് എഴുതാം. ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ഡി ബി, ഈ റൈറ്റ് ട്രയാങ്കിൾ നോക്കുക. ഈ റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് ബി ഡി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ ആയിരിക്കും. എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ ആയിരിക്കും. ബി ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആണ്, ഹൈറ്റ് ആണ്. അപ്പം ബി ഡി എ ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്, ഹൈറ്റ് ആണ്. ബി ഡി എന്ന് പറയുന്നത് ബേസ് ആണ്. എ ബി എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ബി ഡി സ്ക്വയർ, ബേസ് സ്ക്വയർ ഈക്വൽ ടു എ ബി ഹൈപ്പോട്ടനസ് ആണ്. ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് എ ബിനെ മാറ്റി എ ബിക്ക് പകരം എ സി എന്ന് എഴുതാം. എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ എന്ന് എഴുതാം. കാരണം എ ബി ഈക്വൽ ടു എ സി ആണ്, ഈക്വൽ ടു. അപ്പോൾ എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ ഈ ട്രയാങ്കിളിലേക്ക് മാറിയപ്പോൾ എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് ആണ് ഡി സി. അത് നമുക്ക് സി ഡി സ്ക്വയർ ആയിരിക്കും. സി ഡി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ബി ഡി സ്ക്വയർ ഈക്വൽ ടു സി ഡി സ്ക്വയർ എന്ന് കിട്ടി. ബി ഡി ഈക്വൽ ടു സി ഡി ആണ്. ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി ആണ്. സർക്കിൾ ഡ്രോൺ ഓൺ ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ്. ആ തേർഡ് സൈഡ് ബി സി ആണ്. ബി സിയുടെ മിഡ് പോയിന്റിൽ കൂടിയാണ് ഈ സർക്കിൾസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഡി നമ്മൾ മിഡ് പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഇതിലെ നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഓൾ ദി സർക്കിൾസ് ഡ്രോൺ on the four sides of a rhombus as diameters pass through a common point. ഒരു റോംബസിന്റെ 4 സൈഡുകളും ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾസ് എല്ലാം ഒരു കോമൺ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു. ശരിക്കും കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെയാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 2 സർക്കിൾ വെച്ച് നമ്മൾ ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ 4 സർക്കിൾ വന്നു, റോംബസ് കിട്ടി. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം പേര് കൊടുക്കാം, എന്നിട്ട് ലൈനിനെ കൂട്ടിച്ചേർത്ത് വരയ്ക്കാം. ഇവിടെ എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഈ പോയിന്റ് നമുക്ക് ഒ എന്നൊരു പേരും കൊടുക്കാം. ഇനി നമ്മളതിനെ കൂട്ടിച്ചേർത്ത് ലൈൻ വരച്ചു. എ സിനെ കൂട്ടിച്ചേർത്തുള്ള ലൈൻ വരയ്ക്കാം. ഇവിടെ എ ബി സി ഡി ഒരു റോംബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി സി ഡി ഈസ് എ റോംബസ്. അപ്പോൾ അവിടെ എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി ആയിരിക്കും. ഈ സർക്കിൾസ് ഇപ്പോൾ എ ഡിയും എ ബിയും ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന
സർക്കിൾസ് അതിൻ്റെ മിഡ് പോയിന്റ് ആയ ഈ ഓയിൽ കൂടി കടന്നു പോകും. കാരണം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അത് തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദ സർക്കിൾസ് ഡ്രോൺ വിത്ത് എ ബി ആൻഡ് എ ഡി ആസ് ഡയമീറ്റർ വിൽ പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ അത് ഈ മിഡ് പോയിന്റ്, ഇത് രണ്ടും ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്നൊക്കെ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ, അപ്പോൾ ഇതൊരു തിയറമായിട്ട് നമുക്ക് എടുക്കാം. അത് മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോകും എന്ന് നമ്മൾ എഴുതി വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ ട്രയാങ്കിൾ എ സി ബി ഡി, ഇപ്പുറത്തെ ട്രയാങ്കിൾ നോക്കാം. സി ബി ഡി, ഈ ട്രയാങ്കിൾ സി ബി ഡി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. സോ the circles drawn with CB and CD as diameter. So the circles drawn with CB and CD as diameter. അപ്പോൾ ഇവിടെയും ഈ CBയും CDയും ഡയമീറ്റർ ആയിട്ട് എടുത്ത് വരയ്ക്കുന്ന സർക്കിൾ ഇവിടെ സംഭവിച്ച അതുപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ തേർഡ് സൈഡായ ഈ BDയുടെ മിഡ് പോയിന്റിൽ കൂടിയായിരിക്കും കടന്നു പോവുക. വിൽ ഓൾസോ പാസ് ത്രൂ O എന്ന പോയിന്റിൽ കൂടി കടന്നു പോകും. അതായത് മിഡ് പോയിന്റ് ഓഫ് AB, മിഡ് പോയിന്റ് ഓഫ് BDയുടെ മിഡ് പോയിന്റിൽ കൂടിയാണ് കടന്നു പോവുക. ഈസ് ദ കോമൺ പോയിന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ABCD റോംബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ADയും ABയും ഈക്വൽ ആണെന്ന് എടുത്തു. അതിനുശേഷം ADയും ABയും ഈക്വൽ ആയതുകൊണ്ട് ADയും ABയും ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾ അതിൻ്റെ ആ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡായ BD, ഈ BDയുടെ മിഡ് പോയിന്റ് ആയ ഓയിൽ കൂടി കടന്നു പോകുന്നു. അതുപോലെ തന്നെ CDയും ഈക്വൽ ആണ്. അപ്പോൾ CBD എന്ന് പറയുന്ന ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ CDയും CBയും ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾസ് അതിൻ്റെ തേർഡ് സൈഡായ BDയുടെ മിഡ് പോയിന്റിൽ കൂടി കടന്നു പോകും. അപ്പോൾ ഈ 4 സർക്കിൾസും O എന്ന പോയിന്റിൽ കൂടെ ACയുടെ അല്ലെങ്കിൽ BDയുടെ മിഡ് പോയിന്റിൽ കൂടി കടന്നു പോകും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു.